ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 19, 29, 30 തിരുവചനങ്ങൾ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, ദൈവവചനം പെരുമഴ പോലെ നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു നിമിഷമാണിത്. വചനം കത്തിപ്പടരുകയാണ്, വചന അഗ്നി. അതുകൊണ്ട് വിശുദ്ധ മത്തായി 19 അധ്യായം 29 തിരുവചനത്തിൽ പറയുന്ന വചനം പലപ്പോഴും പല മക്കളും സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കോ എന്ന് പറഞ്ഞു വരുമ്പോൾ കുരിശിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വചനമാണ് സിസ്റ്റർ ഓർക്കുക. ഉടനടി കർത്താവിനോട് പറയും, കർത്താവേ, ഈ മകളിലേക്ക്, ഈ മകനിലേക്ക് അങ്ങയുടെ സ്നേഹം ഇരട്ടിയായിട്ട് ഈ ഭൂമിയിൽ വെച്ച് നിറച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സ്നേഹം വന്ന് നിറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കില്ല. സ്നേഹം നിറഞ്ഞു, ഈശോയോടുള്ള സ്നേഹം നിറഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ളതൊക്കെ താനെ വന്നു ചേർന്നോളൂ. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഈശോയ്ക്ക് അറിയാം. വിശുദ്ധ മത്തായി അധ്യായം 7 നമുക്കറിയാം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ അപ്പം ചോദിച്ചാൽ കല്ലുകൾ കൊടുക്കുക? ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക? പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് എത്ര അധികമായി നൽകാതിരിക്കില്ല. അപ്പൊ ദൈവം തരും, എനിക്ക് ആവശ്യമുള്ളത് ദൈവം തരും. ഇനി ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ സിസ്റ്ററിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനം ഇതാണ്: എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അപ്പോൾ ഈ ശുശ്രൂഷകരൊക്കെ, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രവർത്തന ഗ്രൂപ്പുകാര്, അതുപോലെ കൗൺസിലിംഗ് വചന പ്രഘോഷകരൊക്കെ സിസ്റ്ററിൻ്റെ ധ്യാന കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവരതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായാൽ, കാരണം ഇതൊക്കെ ഉപേക്ഷിച്ച് അവർ ആ ദിവസങ്ങൾ, ഇപ്പം 5 ദിവസത്തെ ധ്യാനം അല്ലെങ്കിൽ 3 ദിവസത്തെ ധ്യാനങ്ങളൊക്കെ ആണെങ്കിൽ അവരതൊക്കെ വേണ്ടാന്ന് വെച്ച് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ആ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഭൂമിയിൽ തന്നെ 100 ഇരട്ടി ലഭിക്കുന്നു, പിന്നെ നിത്യജീവൻ ലഭിക്കുന്നു. ഈ സിസ്റ്ററിനെ പോലെയുള്ളവർ, ഈ സന്യാസ വസ്ത്രം, അതിന് വലിയൊരു അഭിഷേകവും കൃപയുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോടെല്ലാം, ഈ ലോകത്തിൻ്റെതായ എല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ 100 ഇരട്ടിയാണ്. 100 × ഇരട്ടി, 100 ഇരട്ടി തന്നെയല്ല, അടുത്ത വചനം പറയാണ്, അവർ നിത്യജീവൻ കൈവശമാക്കുകയും ചെയ്യും. പക്ഷേ അതനുസരിച്ച്, വിളി അനുസരിച്ച്, എന്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എവിടെ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്തിനാണ് എന്നെ അയക്കപ്പെട്ടത്, ഞാൻ എൻ്റെ കർത്താവ് ഇവിടേക്ക് അയച്ചത്, ഇനി ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഇപ്പോൾ എവിടം വരെയായി? ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് പ്രിയപ്പെട്ടവരെ. എവിടെ നിന്ന് ഞാൻ വന്നു, ഇനി ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, എന്തിനാണ് ഞാൻ അയക്കപ്പെട്ടത്, വന്നത് ഭൂമിയിലേക്ക്, ഇതുവരെ എവിടം വരെ ആയി? ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൈശാചി ശക്തികൾ, തിന്മയുടെ ദൂഷ്യഫലങ്ങൾ, പ്രലോഭനങ്ങൾ ഒന്നും നമ്മളെ അലട്ടുകയില്ല. ഞാൻ എന്തിനു വന്നു, ഇനി ഞാൻ എവിടേക്ക് പോകണം, ഇപ്പോൾ ഞാൻ എവിടം വരെ ആയി? ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശുദ്ധ മത്തായി അധ്യായം 19, 29, 30 തിരുവചനം 100 ഇരട്ടിയാണ് നമുക്ക് ഭൂമിയിൽ ലഭിക്കുന്നത്. പിന്നെ നിത്യജീവനും നമുക്ക് കിട്ടും. നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തിനായി നമ്മുടെ യുവതലമുറയെ പ്രത്യേകമായിട്ട് നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ആമേൻ.